ഇന്നൊരു കുഞ്ഞി വ്ളോഗാണ് കേട്ടോ. ഞാനിതിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഇവിടെ അടുത്താണ് ശോഭ സിറ്റിയും പിന്നെ നെസ്റ്റൊക്കെ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ശോഭ സിറ്റി മാളിലേക്ക് എൻ്റർ ചെയ്തു കേട്ടോ. രണ്ട് സൈഡും ലാൻഡ്സ്കേപ്പ് ചെയ്ത് നല്ല ഭംഗിയുള്ള റോഡിലൂടെയാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു മഴയും കൂടെ ഉണ്ടായിരുന്നു. ഹലോ, അപ്പോൾ നമ്മൾ ശോഭ മാൾ എത്തിയിട്ടോ. ചെറിയ മഴച്ചാറുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഉള്ളിലേക്ക് കയറാണ്. അപ്പോൾ നമ്മൾ ശോഭ മാളിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. സ്റ്റുഡിയോ അത് അങ്ങനത്തെ പിന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ഫ്ലോർ ശോഭയുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ചെറിയ ചെറിയ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. പിന്നെ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ഫുഡ് മാള് അങ്ങനത്തെ സംഭവങ്ങൾ, KFC, മാക്ഡൊണാൾഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ്. പിന്നെ അതുമാത്രമല്ല കിഡ്സിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലേ ഏരിയയും കൂടെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്കിവിടെ കാർഡ് റീചാർജ് ചെയ്തിട്ട് അതിന് പോയിൻറ്റ്സിനനുസരിച്ച് നമുക്ക് കുട്ടികളെ കൊണ്ടുവന്ന് നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ കിഡ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കളറിങ്ങോ ലൈറ്റിങ്ങോ ഒക്കെയാണ് കേട്ടോ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷെഫ് പിള്ളയുടെ യുണൈറ്റഡ് കോക്കനട്ട് റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ളത്. പിന്നെ ഫുഡിൻ്റെ ഏരിയ ഇവിടെയാണ്. പിന്നെ തിയേറ്ററും എല്ലാം ഇവിടെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ അവിടെ എല്ലാം ജസ്റ്റ് ഒന്ന് നടന്ന ശേഷം ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് കേട്ടോ പോണത്. അപ്പം നമ്മൾ വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇവിടെയുള്ള ഒരു ലേക്കാണ് കേട്ടോ ഇതിൻ്റെ ഒരു ശോഭ മാളിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ലേക്ക് തന്നെയാണ്. പിന്നെ നമ്മൾ ശോഭയിലെ ലേക്ക് സ്റ്റൈലാണ് കേട്ടോ നിൽക്കുന്നത്. ക്യാമറ ഒന്ന് ശരിക്കും പിടിക്കട്ടെ. ശോഭയിലെ ലേക്ക് സ്റ്റൈലാണ് കേട്ടോ നിൽക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് ആട്ടോ അവിടെ. എന്താ പറയുക, ആ ലേക്കും പിന്നെ ഇപ്പം നല്ലൊരു മഴക്കാറുണ്ട്. അപ്പോൾ മഴക്കാലത്ത് ഞാൻ ഇങ്ങനെ കാണിക്കുക കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു വൈബാണ് ഇവിടെ. ഇവിടെ വേണമെന്ന് വെച്ചെങ്കിൽ നമുക്കൊരു മാക്ഡൊണാൾഡ് ഐസ്ക്രീം, ചെറിയൊരു ടീ ഷോപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിച്ച് നമുക്ക് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോകാം അവിടെ. ഞാൻ വ്ളോഗിൽ അത്ര എക്സ്പേർട്ടുള്ള ആളാണ് കേട്ടോ. ഞാൻ ചെയ്ത് വരികയാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമായി ഇപ്പോൾ ഈ സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെയ്യാൻ. പിന്നെ നമ്മൾ ഒരു 6:30 ആകുമ്പോൾ ശോഭ മാളിൽ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു 2 കിലോമീറ്റർ സംതിങ് ആണ് ഇവിടുന്ന് നെസ്റ്റോൾക്കുള്ളത്. അപ്പോൾ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ നെസ്റ്റോൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെസ്റ്റോൻ്റെ തൊട്ടടുത്ത് തന്നെ ടീ കട എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അപ്പോൾ നമുക്ക് നല്ല മഴയൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പാനിപ്പൂരിയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നെസ്റ്റോൾക്ക് എത്തി. അപ്പോൾ നമ്മൾ നെസ്റ്റോൾക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെസ്റ്റോൾക്ക് എൻ്റർ ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോയത്. താഴെ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പം വിചാരിച്ചു മേലേക്കൊന്ന് പോയി കറങ്ങി വന്നതിന് ശേഷം താഴേക്ക് വരാമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെ കിച്ചൺ ആക്സസറീസും പിന്നെ കുട്ടികളുടെ ടോയ്സും ബുക്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത്.
പിന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ്. സെക്കൻഡ് ഫ്ലോറിൽ മെയിനായിട്ടുള്ളത് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഇത് നെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് നാൾക്ക് ശേഷമാണ് കേട്ടോ ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. കുറേ വാച്ചുകളൊക്കെ എൻട്രൻസിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ സ്പെക്സുകളും പിന്നെ അത് മാത്രമല്ല ലേഡീസിൻ്റെ ഫാൻസി ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയതിന് ശേഷം ഏറ്റവും താഴത്തെ ഫ്ലോറിലേക്ക് വന്നു കേട്ടോ. അവിടെയാണ് കേട്ടോ നമ്മുടെ കിച്ചണിക്ക് വേണ്ട എല്ലാ സാധനവും, കിച്ചണിക്ക് വേണ്ടതെന്നല്ല ഫുഡ് ഐറ്റംസ്, ഫിഷ്, മീറ്റ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം ഇവിടെയാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടി വെച്ചെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് നമ്മുടെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടോ. അപ്പോൾ ഞാനിത് ഭയങ്കര ഷോർട്ടാക്കിയിട്ട് ആണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് വീട്ടിൽ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.